എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ മാത്സ് പാർട്ട്. രണ്ട് സംഖ്യകളുടെ ഉസാഗ HCF 8ഉം സംഖ്യകളുടെ ഗുണനഫലം 256 ആയാൽ സംഖ്യകളുടെ ലസാഗു അല്ലെങ്കിൽ LCM എത്ര? അതായത് രണ്ട് സംഖ്യകളുടെ ഉസാഗ ഇൻറ്റു ലസാഗു എന്ന് പറയുന്നത് അവയുടെ ഗുണനഫലങ്ങൾക്ക് തുല്യമായിരിക്കും എന്നുള്ള ഒരു വാക്കുണ്ട്. അപ്പോൾ ഗുണനഫലം അവർ തന്നിട്ടുണ്ട് 256 അപ്പോൾ 256 എന്ന് പറയുന്നത് HCF ഇൻറ്റു LCM ആണ് അല്ലേ? HCF ഇൻറ്റു LCM ആണ്. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? HCF 8 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് LCM കണ്ടുപിടിക്കാം. LCM ഈക്വൽ ടു 256/8. അത് എത്രയാണ്? 3 24 വരും. 16 2 16 32 എന്നുള്ളത് ആണ് ആൻസർ. അപ്പൊ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം ഏതിനോട് തുല്യമായിരിക്കും? ആ സംഖ്യകളുടെ LCM ഇൻറ്റു HCFന് തുല്യമായിരിക്കും എന്നുള്ള വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 0.2 എന്ന സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നകം ഏത്? അപ്പൊ X എന്ന് പറയുന്നത് എന്താക്കി എടുക്കുക? 0.23 23 23 എന്നിങ്ങനെ. അപ്പോൾ ഇനി ഇതില് ഏതാണ് റിപ്പീറ്റ് ചെയ്യണത്? 23 മാത്രമാണ് റിപ്പീറ്റ് ചെയ്യണത്. അപ്പോൾ ഇൻറ്റു 100 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താവും? 100x എന്ന് പറയണത് എന്താവും? 23.2323 എക്സിട്ര ആവും അല്ലേ? അപ്പൊ ഇനി ഇതിന്ന് ഇത് മൈനസ് ചെയ്താൽ എന്താവും? 100x മൈനസ് എക്സ് എന്ന് പറയുന്നത് 99x ഈക്വൽ ടു 23.2323 എക്സിട്ര മൈനസ് 0.2323 പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് വെട്ടിക്കളയും അല്ലേ? അതായത് അത് മൈനസ് ചെയ്ത് കളഞ്ഞു. അപ്പൊ 23 എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുക. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? 23/99. അതായത് ഏതാണ്? എ എന്നുള്ളത് ആൻസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയേത്? ഇതിൽ എന്താ ചെയ്തേക്കണേ? ഏറ്റവും വലുത് ഏതാണ്? 0.81 3 ഏറ്റവും വലുത് അല്ലേ? പിന്നെ ഏതാണ് വലുത്? 0.733 വലുത്. പിന്നെ ഏതാണ് വലുത്? 0.514 അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നിങ്ങൾ ഓരോന്നും നോക്കുക. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥാനം നോക്കുക. 8 ഏറ്റവും വലുത്, പിന്നെ 7, പിന്നെ 5. ഒരേ സംഖ്യ തന്നെ ഉണ്ടെച്ചെങ്കിൽ രണ്ടാമത്തേതും കൂടി നോക്കണം. ഇപ്പൊ 0.8 തുടങ്ങണത് തന്നെ 2 ഉണ്ടെച്ചെങ്കിൽ നിങ്ങൾ എന്ത് നോക്കണം? പിന്നത്തെ സംഖ്യയിൽ ഏതാണ് ഏറ്റവും വലുത് നോക്കുക. അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകളാകുന്നത് ഏതെല്ലാം? മട്ടത്രികോണത്തിന്റെ വശങ്ങൾ ആവണമെച്ചെങ്കിൽ എന്ത് വരണം? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ ആവണം. അതായത് രണ്ട് വശങ്ങളുടെ വർഗങ്ങള് മൂന്നാമതൊരു വശത്തിന്റെ വർഗത്തിനോട് തുല്യമായിരിക്കണം. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ നമുക്കറിയാം 3 4 5 എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ എത്രയാണ് വരിക? 9. 4 സ്ക്വയർ എത്രയാണ് വരിക? 16. ഇത് രണ്ടും കൂടി കൂട്ടി എത്ര വരും? 25. 25 എന്നുള്ളത് 5ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 400 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ അത് 100 മീറ്റർ നീളമുള്ള ഒരു റെയിൽവേ പ്ലാറ്റ്ഫോം കടന്നു പോകുവാൻ എടുക്കുന്ന സമയം എത്ര സെക്കൻഡിൽ? അതായത് 400 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ആണ് വെച്ചെങ്കിലും പ്ലാറ്റ്ഫോം കടന്നു പോകണമെച്ചെങ്കിൽ ആ പ്ലാറ്റ്ഫോമിന്റെ നീളം കൂടി കഴിയണം അല്ലേ? അപ്പൊ എത്ര ദൂരാണ് ആകെ സഞ്ചരിക്കേണ്ടത്? 400 + 100 അതായത് 500 മീറ്റർ ആണ് ആകെ സഞ്ചരിക്കേണ്ടത്. ഇനി ഏതാണ് വേഗത പറഞ്ഞിരിക്കേണ്ടത്? വേഗത എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സമയം. സമയം എങ്ങനെ കണ്ടുപിടിക്കുക? സമയം ഈക്വൽ ടു ദൂരം ബൈ വേഗത. ദൂരം ബൈ വേഗത എന്ന് പറയുമ്പോൾ ദൂരം എത്രയാണെന്ന് പറഞ്ഞു? രണ്ടും കൂടി കൂട്ടിയതാണ് 500/10 അതായത് 50. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ രവിയുടെ റാങ്ക് മുകളിൽ നിന്നും 7ഉം താഴെ നിന്ന് 28ഉമാണ് എങ്കിൽ ആ ക്ലാസ്സിലെ
ആകെ കുട്ടികളുടെ എണ്ണം എത്ര? അതായത് ഒരാളുടെ തന്നെയാണ് റാങ്ക് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 1 മൈനസ് ചെയ്യണം. അപ്പൊ എത്രയാണ്? 28 7 35 മൈനസ് 1 34 കുട്ടികളാണ് ആകെയുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രഘു, റാവു, റാം എന്നിവയുടെ ഇപ്പോഴത്തെ ആകെ വയസ്സ് 80 ആയാൽ, അതായത് മൂന്നാളുടെയും കൂടിയുള്ള വയസ്സ് 80. 3 വർഷം മുമ്പാണ് വെച്ചെങ്കിൽ ഓരോരുത്തർക്കും 3 വയസ്സ് താഴെയാവും അല്ലെ? അപ്പൊ എത്ര 3 കുറയ്ക്കണം? 3 3 3 3 3 6 3 9. 80ന്ന് 9 കുറച്ചാ അത് കിട്ടും. അപ്പൊ എത്രയാണ്? 71 എന്നുള്ളതാണ് അവരുടെ ആകെ വയസ്സ്. 3 വർഷം മുമ്പ് അവരുടെ ആകെ വയസ്സ് എന്ന് പറയുന്നത് 71 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരെണ്ണം മാത്രമാണ് എന്തുള്ളത്? സ്ക്വയർ ഉള്ളത്. സ്ക്വയർ ആയിട്ടുള്ളത് ഒരെണ്ണം മാത്രമാണ്. 25 എന്നുള്ളത് മാത്രമാണ് സ്ക്വയർ ആയിട്ടുള്ളത്. അപ്പൊ അതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 1/3 പ്ലസ് 1/6 പ്ലസ് 1/9ന്റെ വില കാണുക. ഇതിന്റെ വില കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ എല്ലാ 3 6 9 എന്നുള്ളതിന്റെ എന്ത് കാണണം? ലസാഗു കാണണം. 3 6 9 എന്നുള്ളതിന്റെ ലസാഗു എങ്ങനെയാണ് കാണുക? 3ന്റെ 3 ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, ഇവിടെ 3 പ്രാവശ്യം അല്ലെ? 3 18 ആണ് ഇതിന്റെ ലസാഗു വരിക അല്ലെ? 18 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 കൊണ്ട്. അപ്പൊ ഇവിടെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 6 ആവും. പിന്നെ എന്താണ്? മൈനസ് ആണ്. പിന്നെ 6 ഇൻറ്റു 3 ആണ്. അപ്പൊ ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 6 മൈനസ് 3. പിന്നെ എന്താണ്? പ്ലസ് ഇവിടെ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ പ്ലസ് 2 എന്ന് വരും. അപ്പൊ 6 മൈനസ് 3 എത്രയാണ്? 3. 3 പ്ലസ് 2 എത്രയാണ്? 5. 5/18 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. താഴെ തന്നിരിക്കുന്ന ശ്രേണികളെ സംബന്ധിച്ച് ശരിയായത് ഏത്? n ഈക്വൽ ടു 1 2 3 4 എക്സിട്ര. s ഈക്വൽ ടു 2 4 6 8 ആണ്. f ഈക്വൽ ടു 1 3 5 7 എക്സിട്ര ആണ്. അപ്പം 1ലും 2ലുമുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം അനന്തമാണ് എന്ന് പറഞ്ഞാൽ 1ലും 2ലും ഇതിലെ അഭാജ്യ സംഖ്യ 2 മാത്രമേ ഉള്ളൂ അല്ലെ? 1ല് അനന്തമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എത്ര സംഖ്യകളാണെന്ന് ഇതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. എക്സിട്രയാണ് പറഞ്ഞേക്കണേ. പക്ഷെ ഇതിലുള്ളത് ആകെ 2 മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ നമുക്ക് എന്താ പറയാ? 1ലും പിന്നെ 3ലുള്ളതും അഭാജ്യ സംഖ്യകളുടെ എണ്ണം അനന്തമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ 1ലും 3ലുമാണ് അഭാജ്യ സംഖ്യകളുടെ എണ്ണം അനന്തമാണ് എന്ന് പറയാൻ സാധിക്കുക. അപ്പൊ 90ല് സി ആണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ മുന്നിലെത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.